ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ. കുറച്ച് പച്ചക്കറികൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാമ്പാറാണിത്. അതിനു വേണ്ടി ഞാനിവിടെ ഒരു 50 ഗ്രാം പരിപ്പ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ ഇടാം. രണ്ട് മുരിങ്ങക്കായും, ഒരു 3-4 ബീൻസും, 2 ഉരുളക്കിഴങ്ങ്, 2 വഴുതിരിങ്ങ, ഒരു വലിയുള്ളി, ഒരു തക്കാളി. പുളി ഒഴിക്കുന്നത് കാരണം ഞാൻ ഒരു തക്കാളിയെ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി നമ്മൾക്ക് ഈ പച്ചക്കറിയെല്ലാം വേവിച്ചെടുക്കാം. അതിനു വേണ്ടി കുക്കറിലേക്ക് ഈ പച്ചക്കറികളെല്ലാം ഇട്ട് പച്ചക്കറികളെല്ലാം മുങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ച് ഒരു വിസിലിൽ വേവിച്ചെടുക്കാം. പച്ചക്കറിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടിയും, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ സാമ്പാർ പൊടിയും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾക്ക് പുളിവെള്ളം കൂടെ ചേർത്ത് 1-2 തിള വരുന്ന വരെ വയ്ക്കാം. 1-2 തിള വന്നതിന് ശേഷം തേങ്ങ അരച്ചതും കൂടെ ഇതിലേക്ക് ചേർക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് തിള വന്നതും നമ്മൾക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അതിനുശേഷം വേറെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും വറമുളകും അതിലേക്കിടാം. എന്നിട്ട് അത് രണ്ടും ചൂടായതിന് ശേഷം നമുക്ക് ഈ സാമ്പാറിലേക്ക് ഈ താളിപ്പും കൂടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടെ സാമ്പാർ റെഡിയായി. നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. എൻ്റെ മക്കൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമാണ് ഈ സാമ്പാർ. ഈ സാമ്പാറിൽ മുരിങ്ങക്കായാണ് ഹൈലൈറ്റ്. മുരിങ്ങക്കായ ഇട്ട ഈ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ സാമ്പാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക് യു.